സന്ദീപ് വാര്യരെ അടുത്തിരുത്തിയല്ലേ പറഞ്ഞത്. ആർക്കാണ് സംഖ്യ മനസ്സ്? ആരാണ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയത്? ഇവിടെ ഇന്നലത്തെ ശ്രീ കെ സുധാകരൻ്റെ KPC പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ബാബറി മസ്ജിദ് തകർത്ത വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത് ജാംബവാന്റെ കാലത്ത് സംഭവിച്ച എന്തോ ഒരു കാര്യമാണ്, അതൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ്. ഞങ്ങൾ DYFI ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയെയും KPCC പ്രസിഡന്റിനെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം, ഗാന്ധിയെ കൊന്നതും ബാബറി തകർത്തതും ജാംബവാന്റെ കാലത്തല്ല, ആധുനിക ഇന്ത്യയിലാണ്. ആധുനിക ഇന്ത്യയിൽ നടന്ന സംഘപരിവാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ബാബറി ധ്വംസനം. കോൺഗ്രസ് എന്തിനാണ് BJPയുടെ നാവായി മാറുന്നത്? അപ്പോൾ അതുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥി ഞങ്ങളെ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരത്ഭുതവുമില്ല. ശ്രീ കെ സുധാകരൻ്റെ ശിഷ്യത്വത്തിലും ഗോൾവൽക്കറുടെ മുമ്പിൽ താണുവഴങ്ങിയുന്ന VD സതീശൻ്റെ ശിക്ഷണത്തിലും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ സാന്നിധ്യത്തിലും ഇതൊക്കെ പറയുന്ന ഒരു അത്ഭുതമില്ല. സർവോപരി മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയെ ചാരിത്രം ചോദ്യം ചെയ്ത ആളല്ലേ? ആരെങ്കിലും ചെയ്യോ? മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയല്ലേ കെ കരുണാകരൻ്റെ പ്രിയപ്പെട്ട പത്നിയെ അവഹേളിച്ച ആ മഹാസ്ത്രീയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത ഈ നിമിഷം വരെ അതിനോടൊന്നും മാപ്പ് പറയാത്ത UDF സ്ഥാനാർത്ഥിയല്ലേ? പോട്ടെ, ഈ നിമിഷം വരെ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലൊന്ന് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹത്തിൻ്റെ മനസ്സിടുങ്ങിയിരിക്കുകയല്ലേ? സരിന് കൈ കൊടുക്കാത്ത മാത്രമല്ല, ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് കെ കരുണാകരൻ ഇവിടുന്ന് 1 മണിക്കൂർ നേരം പോയാൽ മതിയല്ലോ, ചേലക്കര വരെ അദ്ദേഹം പോയല്ലോ. ചേലക്കര വരെ പോയ UDFന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോകാതിരുന്നത്?